गली गली में फुटबॉल खेलते हैं, आप लोग भी खेलते हैं ना? खेला? आप सुनील छेत्री बन गया? सच बताऊंगी तो शादी किया मेरा अर्निंग से सब कुछ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എവരടുത്തുള്ള ഒരു ബഹുമാനം കൂടി അങ്ങ് പോയി. ഈ പെണ്ണുമ്പിള്ള വേറെ ആരുമല്ല, നമ്മുടെ മേരി കോമാണ്, 6 ടൈം വേൾഡ് ചാമ്പ്യൻ ബോക്സർ. അറിയാമല്ലോ നിങ്ങൾക്ക്. സോ പുള്ളിക്കാരി റീസെൻ്റ്ലി ഡിവോഴ്സ് ആയിരുന്നു 2025. അതിനുശേഷം പുള്ളിക്കാരി കാരണങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷേ ഇതാ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ആപ്കെ അദാലത്ത് പറയുന്ന ഒരു ഷോയിൽ പുള്ളിക്കാരി തുറന്നടിച്ചാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം പല ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടി ജീവിക്കുന്നതിലും മടി കാണിക്കുന്ന കാരണം. എല്ലാ പെൺകുട്ടികളിലും അല്ല, ചില പെൺകുട്ടികൾ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിനി മേരി കോമിൻ്റെ ഡിവോഴ്സ് അക്യൂസേഷനിലോട്ട് പോവാം. മേരിക്കും കൂടെ പറയുന്ന കാര്യം വളരെ വ്യക്തമാണെന്ന് വെച്ചാൽ ഒരു പൈസയ്ക്ക് പ്രയോജനമില്ല, പെണ്ണിൻ്റെ പൈസ കൊണ്ട് തിന്നുന്ന ഒരാൾ. പിന്നെ എല്ലാവരും ഫുട്ബോൾ കളിച്ച് സുനിൽ ഛേത്രി ആവില്ല. പക്ഷേ ഞാൻ പറയട്ടെ, എല്ലാവരും ഫുട്ബോൾ കളിക്കുന്നത് എല്ലാം ചെയ്യുന്നത് രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ഇവിടെ മേരി കോമിന് ഒരു അക്കാദമി ഉണ്ട്. പിന്നെ മേരി കോമിന് 6 ടൈം വേൾഡ് ചാമ്പ്യൻ ആകുമ്പോൾ ഒരുപാട് എഫേർട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പിറകിൽ മേരി കോം മാത്രമല്ലായിരുന്നു. പല ഇൻ്റർവ്യൂസിലും ഞാൻ ഇവിടെ ഇൻ്റർവ്യൂ കാണിക്കാം, ഇതിൽ തന്നെ മേരി കോം തന്നെ പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡ് എത്രത്തോളം സപ്പോർട്ടീവ് ആണെന്ന്. അപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് മാറി. സോ ഇവിടെ പറയുന്നത് ഈ മേരി കോമിൻ്റെ ഭർത്താവായിട്ടുള്ള Of course, my husband is always supporting me, and before the marriage, it was all we are already committed, you know. That he'll allow you to bow. Yes. That was the condition. Yeah. രൂങ് ഓങ്കലോർ എന്ന് പറയുന്ന പുള്ളി ഫിനാൻഷ്യൽ ഫ്രോഡ് കാണിച്ചതെന്നാണ്. മേരി കോമിൻ്റെ 2022 നാഷണൽ ഗെയിംസിൻ്റെ സമയത്ത് പരിക്ക് പറ്റുന്ന സമയത്താണ് പുള്ളിക്കാരി കൈയോടെ പിടികൂടുന്നത്. 10 ലക്ഷം രൂപ മേരിക്കോം അറിയാതെ പുള്ളിക്കാരുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചപ്പോഴാണ് ഇതറിയുന്നത്. കൂടാതെ പല സ്വത്തുക്കളും മേരിക്കോം അറിയാതെ മേരിക്കോമിൻ്റെ പൈസ കൊണ്ട് വാങ്ങി, സ്വന്തമായിട്ട് പുള്ളി വാങ്ങി എന്നുള്ളതാണ് അക്യൂസേഷൻ. അതുകൊണ്ട് ഡിവോഴ്സ് ചെയ്തെന്നാണ്. പക്ഷേ ഈ വീഡിയോ വൈറലായതിനു ശേഷം ഈ ഹസ്ബൻഡിൻ്റെ ഒരു മറുപടി വന്നു. ഇതിൽ പുള്ളിക്കാരൻ പറയുന്നത് 2013-ലും 2017-ലും 2 തവണ മേരിക്കോം ചീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. 2013 ഒരു ജൂനിയർ ബോക്സറിൻ്റെ കൂടെ റിലേഷനും, അത് കഴിഞ്ഞ് അതിൽ അവർ പിണങ്ങി പിന്നെ ഒന്നിക്കുന്നത് 2017-ലാണ്. 17 കഴിഞ്ഞ് വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞ് അക്കാദമിയിലുള്ള ഒരു ആളുമായിട്ട് വീണ്ടും റിലേഷൻ. ഇതാണ് ഈ പുള്ളി പറയുന്നത്. സോ നമുക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാവുന്നൊരു കാര്യം, ഇവിടെ നമുക്കിങ്ങനെ നോക്കുകയാണെങ്കിൽ മേരി കോം സക്സസ് ആയ ഒരു വുമണാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കാം, മേരി കോമിന് കുട്ടികളുണ്ട്. ഈ കുട്ടികളൊക്കെ നോക്കിയത് ഈ പുള്ളിയാണ്. ഒരു നല്ല രീതിയിലുള്ള ഒരു ഫാമിലി ആയിട്ടാണ് അവർ പൊയ്ക്കൊണ്ടിരുന്നത്. സോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരണമെങ്കിൽ ഇപ്പം ഇതാണ് കാരണം സത്യത്തിൽ പല ആൺകുട്ടികളും മടിക്കുന്നത്.